എക്സലന്റ് ടീച്ചർ ആകണം. അതാണ് നമ്മുടെ ദൗത്യം. അതിന് ആഗ്രഹമാണ് പ്രധാനം, കഴിവല്ല, മനസ്സാണ്. നമുക്ക് മനസ്സ് ഉണ്ടെങ്കിൽ കഴിവെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് വരും. കഴിവുണ്ടെങ്കിലും മനസ്സില്ലെങ്കിൽ ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സാണ് പ്രധാനം. മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ കഴിവ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. നമ്മൾ കുറച്ച് ടെക്നോളജിയും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഞാനത് ഈ പോകുന്ന പോക്കിൽ ഞാനത് പ്രൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സലൻസ് എന്താണ്? ആഗ്രഹമാണ് എക്സലൻസ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ എക്സലൻസിൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സലൻസ് എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. അതെന്താണ്? അത് നമ്മുടെ ചോയ്സാണ്. അബദ്ധത്തിൽ അങ്ങ് എക്സലൻസ് വരത്തില്ല, അത് നമ്മുടെ ചോയ്സാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇന്ന് ടോക്ക് കൊടുക്കുവാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ടോക്ക് എന്ത് ചെയ്തെടുക്കാം? റെക്കോർഡ് ചെയ്തെടുക്കാം. ചില സ്ലൈഡ്സ് ഒക്കെ എന്ത് ചെയ്തെടുക്കാം? ഫോട്ടോ ചെയ്ത് ക്യാപ്ചർ ചെയ്തെടുക്കാം. നമ്മുടെ ചോയ്സാണ്. അല്ലെങ്കിൽ ഹൃദയത്തിൽ പതിപ്പിച്ച് വെക്കാം പോയിന്റ്സ് എല്ലാം. നമ്മൾ കേൾക്കുന്ന പോയിന്റ്സ് എല്ലാം മനസ്സിൽ പതിപ്പിച്ച് വെക്കാം. നമ്മുടെ ചോയ്സാണ്. ചാൻസിൽ വരുന്ന സാധനമല്ല. ഇപ്പം ഞാനൊരു ലൈഫ് സ്കിൽ ട്രെയിനറായി 35,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് 1500ഓളം വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിൽ 92 ടോക്കുകൾ പറഞ്ഞു. എങ്ങനെ ഇതൊക്കെ ചെയ്തത്? എനിക്ക് മനസ്സുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സുണ്ട്. അതുകൊണ്ട് എവിടെ നല്ല ടോക്ക് കേട്ടാലും ഞാൻ എന്ത് ചെയ്യും? വരും. ഇപ്പം മുട്ടട പള്ളിയിൽ കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് അരുൺ ബി നായർ സാറിൻ്റെ ക്ലാസ് വെച്ചു. പേരൻറ്റിങ്ങിനെ പറ്റി അരുൺ ബി നായർ സാറിൻ്റെ ക്ലാസ്. ഞാനിവിടെ പള്ളിയിലൊക്കെ വന്നപ്പോൾ പോസ്റ്റർ കണ്ടു. അപ്പം ഞാൻ എന്ത് ചെയ്തു? അരുൺ ബി നായർ സാറിൻ്റെ ക്ലാസ് വന്ന് കണ്ടു. ഞാൻ റെക്കോർഡ് ചെയ്ത് അരുൺ ബി നായർ സാറിൻ്റെ ക്ലാസ് എന്ത് ചെയ്തു? യൂട്യൂബിലിട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ AI ട്രെയിനിങ് ക്ലാസ് വന്നു. അപ്പം ഞാനിങ്ങനെ പോയപ്പോൾ ഇതാ നടക്കുന്നൊരു പോസ്റ്റർ, AI സാധ്യതകൾ. ഞാൻ അന്നേരം എന്ത് ചെയ്തു? ഞാൻ ആ ദിവസം നോട്ട് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തു? AI ക്ലാസ്സിന് വന്നു. ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് കാര്യങ്ങൾ പഠിച്ചിരുന്ന മൊബൈൽ ഫോണിൽ റെക്കോർഡും ചെയ്തെടുത്തു. അങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? നോട്ട്ബുക്ക് എല്ലാം കിട്ടുന്നത്. നോട്ട്ബുക്ക് എല്ലാം വന്ന് ജീവിതം എന്ത് ചെയ്തു പോയി? മാറിപ്പോയി. എൻ്റെ പഴയ പവർ പോയിന്റ്സ് എല്ലാം ഞാനിപ്പോൾ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക? നോട്ട്ബുക്ക് എല്ലാമിനകത്തോട്ട് ഇട്ട് പുതിയതാക്കുക. ഭയങ്കര സ്റ്റൈലിൽ പ്രസൻറ്റേഷനാണ്. പോസ്റ്ററൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം ഇപ്പോൾ എങ്ങനെയാണ്? റഫായിട്ട് പവർ പോയിന്റ് സ്ലൈഡായിട്ട് എന്ത് ചെയ്യും? പോസ്റ്റർ ഉണ്ടാക്കും. എന്നിട്ട് എങ്ങോട്ട് ഇട്ട് കൊടുക്കും? ചാറ്റ് GPTനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ആഡ് ചെയ്യാൻ പറയും. ഇതാ വരുന്നു നല്ല സൂപ്പർ പോസ്റ്ററുകൾ. എല്ലാ ദിവസവും ഇങ്ങനെ പോസ്റ്ററുകളെല്ലാം നമ്മൾ ഉണ്ടാക്കുക. പണ്ടൊക്കെ എനിക്ക് ഈ പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡായിട്ട് പവർ പോയിന്റ് ഉണ്ടാക്കുക. കാണാൻ എന്തില്ല, ക്വാളിറ്റി ഇല്ല. പക്ഷെ ഇപ്പോൾ വെറുതെ റഫായിട്ട് ഒരു പോസ്റ്റർ അങ്ങോട്ട് ഉണ്ടാക്കി എന്ത് ചെയ്താൽ മതി? ചാറ്റ് GPTയിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിനൊരു ഡിസൈൻ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വരുന്നു നല്ല ഒന്നാന്തരം പോസ്റ്റർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ എക്സലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സാണ്. ഇനി ശ്രദ്ധിക്കണേ, ഞാൻ എക്സലൻസിൻ്റെ 10 പോയിന്റ്സ് പെട്ടെന്ന്, അധികം വിശദീകരണമില്ലാതെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാണ് കേട്ടോ. കൺക്ലൂഡ് ചെയ്യുവാണ്. എക്സലൻ്റ് ആയിട്ടുള്ള ടീച്ചർ ആകുന്നതിൻ്റെ 10 പോയിന്റ്സ്. അതിൽ ഒന്നാമത്തത്, നമ്മളെല്ലാം കണക്റ്റഡ് ആണെന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ നോട്ട്ബുക്ക് എല്ലമിൻ്റെ കാര്യം കൂടെ ഞാൻ പറയുവാണ് കേട്ടോ. ഞാനൊരു കഥ, ഒരു സ്റ്റോറി നോട്ട്ബുക്ക് എല്ലമിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പം നോട്ട്ബുക്ക് എല്ലാം ഉണ്ടാക്കി തന്ന സ്ലൈഡ്സ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ സ്ലൈഡ്സ് ആരുണ്ടാക്കി തന്ന? നോട്ട്ബുക്ക് എല്ലാം ഉണ്ടാക്കി തന്നെ. ഇതിനകത്ത് എനിക്ക് ഒരു അവകാശവും ഇല്ല. ഞാൻ ആകെ സ്റ്റോറി എന്ത് ചെയ്തു? നോട്ട്ബുക്ക് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് സ്ലൈഡ്സ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. നോട്ട്ബുക്ക് എല്ലാം തന്ന സ്ലൈഡ് അതുപോലെ കോപ്പി ചെയ്ത് എന്ത് ചെയ്യുവാണ്? ഇവിടെ കാണിക്കും. അത്രയ്ക്ക് എളുപ്പമായി എന്ത് കാര്യങ്ങൾ സ്റ്റോറി പറയാം. സ്റ്റോറി നമ്മളെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതാണ് സ്റ്റോറി. നമ്മളെല്ലാം കണക്റ്റഡ് ആണ്. ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പൽ ശ്രദ്ധിക്കണം. തൂക്കുന്ന ആൾ, തുടയ്ക്കുന്ന ആൾ, ക്ലാസ്സിലെ മിടുക്കൻ കുട്ടി, മോശം കുട്ടി, ഡ്രില്ല് സാറ്, ആർട്ട് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ഇവരെല്ലാം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആളുകളും ഇപ്പോൾ നമ്മളെല്ലാം കണക്റ്റഡാണ്. എല്ലാ ഡോട്ട്സും കണക്റ്റഡ് ആയാലേ എക്സലൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവും. അതിൻ്റെ സ്റ്റോറി ആയിരുന്നു. ഒരു വീട്ടിൽ ഒരു എലിപ്പത്തായം മേടിച്ചു. അപ്പോൾ എലി പേടിച്ചു. എലിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, ഉറങ്ങാൻ പറ്റുന്നില്ല. എലി ഓടിച്ചെന്ന് ആരെടുത്ത് പറഞ്ഞു? കോഴിയെടുത്ത് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ എലിവില്ല് മേടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എലി പറഞ്ഞു, അത് ഞാൻ എന്ത് ചെയ്യാം, നീ സൂക്ഷിച്ചു, എലിവില്ലല്ലേ മേടിച്ചത്. അത് ചെന്ന് ആടിൻ്റെ അടുത്ത് പറഞ്ഞു,
എലിവില്ല് മേടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആട് പറഞ്ഞു, അതിന് ഞാനെന്ത് ചെയ്യാൻ, നീ സൂക്ഷിക്കും. പോത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എലിവില്ല് മേടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? പോത്ത് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചിട്ടങ്ങ് പോയി. എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. അടുത്ത ദിവസം രാത്രി ടേ എന്നൊരു സൗണ്ട് കേൾക്കുവാണ്. ഇരുണ്ട മുറിയിൽ എലിവില്ലടിച്ചു. അപ്പം കർഷകൻ്റെ ഭാര്യ മെല്ലെ ചെന്ന്, ഇരുണ്ട മുറിയാ, കതവ് തുറന്നു. അപ്പോൾ പാമ്പ് കുത്തി കർഷകൻ്റെ ഭാര്യയെ. കാരണം പാമ്പാ അടിച്ചത്. അപ്പോൾ പകുതി എലിവില്ലിൽ കിടക്കുക, ബാക്കി പകുതി എവിടെ? പുറത്തോട്ടുണ്ട്. ആ പുറത്തുള്ള ജീവൻ വെച്ച് കർഷകൻ്റെ ഭാര്യയെ കടിച്ചു. കർഷകൻ്റെ ഭാര്യ സിക്കായി. ബന്ധുക്കളെല്ലാം വന്നു. കറിയൊന്നുമില്ല കൊടുക്കാൻ. കോഴിയെ കൊന്ന് ചോറ് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അസുഖം മൂർച്ഛിച്ചു. നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കുറേ പേര് വന്നു. കറിയൊന്നുമില്ല കൊടുക്കാൻ. ആടിനെ കൊന്ന് ചോറ് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കർഷകൻ്റെ ഭാര്യ മരിച്ചു. നാട്ടുകാരെല്ലാം വന്നു, ബന്ധുക്കൾ മൊത്തം വന്നു. പോത്തിനെ കൊന്ന് എന്ത് ചെയ്തു? ചോറ് കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് എലിയെ പത്തായത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നത് കാണുമായിരുന്നു. വി ആർ ഓൾ കണക്റ്റഡ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ശ്രദ്ധിക്കണം. ഒരാളൊരു സാരി ഉടുത്തോണ്ട് വരുക, പുതിയൊരു സാരി. ഉടനെ ഒരു ടീച്ചർ ചോദിക്കുക, പുതിയത്? പുതിയത് കൊള്ളാം കേട്ടോ, നല്ലപോലെ ചേരുന്നുണ്ട്, കളർ കോമ്പിനേഷൻ സൂപ്പർ. എവിടെ നിന്ന് മേടിച്ചു? രാമേത്തിൽ നിന്ന്, പോത്തീസിന്ന്. കൊള്ളാം. എത്ര വില? 2200. 2200 കളിപ്പിച്ചു നടന്നു പോയി. ഉള്ള മനസ്സമാധാനം മുഴുവൻ പോയില്ലയോ? എന്തായാലും മേടിച്ചു. മാത്രമല്ല, ഈ പറഞ്ഞ ആൾ സാരി എക്സ്പെർട്ട് തൊട്ട് അല്ല താനും. നമ്മുടെ തോന്നലുകളാണ്. നമുക്ക് തോന്നുക 2200 മതിപ്പില്ലെന്ന്. അറിയത്തില്ലല്ലോ, സാരിയുടെ കാര്യമൊക്കെ അറിയത്തില്ല. രണ്ട് കണ്ട ഒരുപോലെ ഇരിക്കും. ഒന്നെന്താണ്, 4 തവണ ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, വലിഞ്ഞ് മുറുകെ നാശമായി പോയി. ചിലതാണെന്നുണ്ടെങ്കിൽ 40 തവണ ഉടുത്താലും റെഡി വടി പോലെ നല്ല നല്ല ശക്തിയായിട്ട് നിൽക്കുന്ന സാരി. കണ്ടാൽ എങ്ങനെ ഇരിക്കും? നമ്മളിതിൻ്റെ എക്സ്പെർട്ട് ഒന്നും അല്ലല്ലോ. എന്തൊരു എളുപ്പം. 2100 ലാഭം, നഷ്ടമൊന്നുമില്ലല്ലോ. കളിപ്പിച്ചു എന്നുള്ള 4 ലക്ഷം പറയണ്ടേ? കുറച്ചും കൂടെ എനർജി പോകത്തില്ലേ? ലാഭം എന്ന് പറയുന്നത് എത്ര ലക്ഷം മതി? 2 ലക്ഷം പോരെ? കുറച്ച് എനർജി പോരെ? സന്തോഷം ഉത്പാദിപ്പിക്കണം. തിരിച്ചു തോന്നിയാലും നമ്മൾ എന്ത് പറയണം? കൊള്ളാം ടീച്ചറെ, ലാഭമാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഈ മധു ഭാസ്കരനെ അറിയാമോ? മധു ഭാസ്കരൻ അറിയാമോ? കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ട്രെയിനറാണ് മധു ഭാസ്കരൻ. മധു ഭാസ്കറിൻ്റെ ഒരു എക്സ്പീരിയൻസ് പുള്ളി പറഞ്ഞു. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പുള്ളി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ബസ് സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ മെല്ലെ പുറകിലോട്ട് എടുക്കുക. അപ്പോൾ ഒരാളൊരു ബാഗ് കൊണ്ട് ഓടി വന്ന് കണ്ടക്ടറിനോട് ചോദിച്ചു, തിരുവനന്തപുരത്തിനാണോ? ഫ്രണ്ടിലോട്ട് പോയി ബോർഡ് വായിച്ചു നോക്കാൻ. കണ്ണ് വില്ല് പോലെ വളച്ചു വെച്ച് പറയുക. എന്നിട്ട് മധു ഭാസ്കരൻ പറയുക, ഈ പുള്ളി ഫ്രണ്ടിലോട്ട് പോയി ഓടി ചെന്ന് നോക്കുന്നു. ഇതൊരു കഥ. മധു ഭാസ്കരൻ പറയുക, KSRTC നഷ്ടത്തിലോടുന്നതിനകത്ത് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? കാരണം പോകും 2 അക്ഷരം, പോകാത്തില്ല 4 അക്ഷരം. അതിന് പകരമാണ് ഫ്രണ്ടിലോട്ട് പോയി നോക്കി വായിച്ച് മനസ്സിലാക്കുക. രാവിലെ തന്നെ 2 ഇഡ്ഡലി എന്ത് ചെയ്തു? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല. നമ്മുടെ ക്ലാസ്സിൽ പിള്ളേരെ വിളിക്കുന്ന വാക്കുകൾ മണ്ടൻ, അതുപോലും അറിയത്തില്ല. നിന്റെ അടുത്ത് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, എനിക്കറിയാം. ടീച്ചർമാർ പറയുന്ന ക്രൂരമായ വാക്കുകളാണ്. അറിയാൻ പറ്റത്തില്ല. ഒരു 8-10 വർഷം കഴിഞ്ഞിട്ട് നെഞ്ചുവേദനയായിട്ട് അവൻ്റെ പെണ്ണിലാണോ പോയിരിക്കുന്നത്? മോനെ വാളാ നോക്കടാ, ഭയങ്കര നെഞ്ചുവേദന. ചിലപ്പോൾ തോറ്റൊക്കെ ഇരിക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും ഭാവിയിൽ ക്രിക്കറ്റ് സ്റ്റാർസ് ഒക്കെ ആവുന്നത്. അപ്പൊ പറയും, സച്ചിൻ എൻ്റെ മോനാണ്, ഞാൻ പഠിപ്പിച്ചു എന്ന് ഭാവി പറയാൻ പോകുന്ന ആളാ. ഏറ്റവും സ്നേഹം കൊണ്ടുവരും. ഞാൻ മാവേലിക്കരയിൽ ക്ലാസ് എടുക്കുമായിരുന്നു ടീച്ചേഴ്സിന്. വലിയൊരു ഗ്രൂപ്പ് ടീച്ചേഴ്സ്, 350-400 ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ അവർക്ക് ചോദിച്ചു, നമ്മൾ പറയുന്ന ബാഡ് വേർഡ്സ് പറയാൻ. കൊള്ളാം, കൊള്ളത്തില്ല, മണ്ടൻ, ഇടിയറ്റ്, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ടീച്ചർ പറയുക, അവരുടെ സ്കൂളിൽ ഒരു ടീച്ചർ ശവമെന്ന് വിളിക്കുമെന്ന് പിള്ളേരെ. ശവം, നീ ഒന്നും നന്നാവത്തില്ല. ഒരു ടീച്ചർ പറയാം, ഒറ്റ ഒരെണ്ണം ജയിക്കാൻ പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം. എന്തൊരു മണ്ടിയാ ടീച്ചർ. കാരണം ടീച്ചർ പഠിപ്പിക്കുന്ന പിള്ളേരല്ലേ, ഒരെണ്ണം കൂടി ജയിച്ചില്ലെങ്കിൽ ടീച്ചറിനല്ലേ നാണക്കേട്. അപ്പൊ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവരും എന്ത് ചെയ്യണം? എന്തിന് കൊള്ളാമെന്ന ചോദ്യം വേണ്ട, എന്തിനും കൊള്ളാമെന്ന് ചൊല്ലിടണം. താരതമ്യം വേണ്ട, ഭയപ്പെടുത്തേണ്ട, കൊള്ളാം 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 എന്നു മാത്രം ചൊല്ലിടണം.
ഭയങ്കര കൈൻഡ് ആയിരിക്കണേ. പിള്ളേർ ഹോംവർക്ക് ചെയ്യാതെ വരുമ്പോൾ, കോപ്പി എഴുതാതെ വരുമ്പോൾ, ഹാൻഡ് റൈറ്റിംഗ് മോശമാകുമ്പോൾ ഒക്കെ ഭയങ്കര കൈൻഡ് ആയിരിക്കണം. ഒട്ടും പറ്റാത്തവർ കണ്ണടത്തൊന്ന് ധ്യാനിച്ചാൽ മതി. എൻ്റെ 2ാം ക്ലാസ്, എൻ്റെ 3ാം ക്ലാസ്, എൻ്റെ 4ാം ക്ലാസ്, എൻ്റെ 5ാം ക്ലാസ്, എൻ്റെ 6ാം ക്ലാസ്, എൻ്റെ 7ാം ക്ലാസ്, എൻ്റെ 8ാം ക്ലാസ്, എൻ്റെ 10ാം ക്ലാസ്സിലെ മാർക്ക് ഓർക്കാൻ പറ്റും. കുഴപ്പമില്ല, സാരമില്ല, നമുക്ക് ശരിയാക്കാം എന്ന് നമുക്ക് പറയാൻ എന്ത് ചെയ്യും തോന്നും. നമ്മൾ 1ാം ക്ലാസ് മുതലേ ഭയങ്കരമായിട്ട് ഹാൻഡ് റൈറ്റിംഗിൽ എല്ലാ ഹോംവർക്കൊക്കെ ചെയ്തവരാണെങ്കിൽ നമ്മൾ വല്ല IAS കാണാവത്തില്ലായിരുന്ന. പാവം പിള്ളേർ ദൈവം പറയാൻ നമ്മുടെ തങ്ങനൊന്നും എന്ത് ചെയ്യുന്നില്ല. ടീച്ചർമാർ പിന്നെ പറയുകയും ചെയ്യും, ഞങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നെന്ന് അറിയാമോ? നമ്മുടെ കാലത്ത് എങ്ങനെയായിരുന്നൊന്നും എന്ത് ചെയ്യരുത്, പറയരുത്. കാരണം നമ്മുടെ കാലത്താണ് നമ്മൾ 5 പേരും കടയിൽ പോയി നാരങ്ങാവെള്ളം കുടിക്കുക. ആര് പൈസ കൊടുക്കും? 5 പേരും പൈസ കൊടുക്കും. ഇപ്പോഴത്തെ പിള്ളേർ 5 പേരും നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി പോയാലോ, ആരാണോ പൈസ ഉള്ളവൻ അവൻ കൊടുക്കും. ഇവർക്ക് ഇങ്ങനെ വീടെടുപ്പ് പരിപാടിയൊന്നുമില്ല. പല കാര്യങ്ങളിലും പിള്ളേർ നമ്മളെക്കാട്ടിൽ എന്താണ് പറ മെച്ചമാണ്. അതുകൊണ്ടാണ് ഷേക്സ്പിയർ വേർഡ്സ്വർത്ത് പറഞ്ഞത് ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ. കാരണം പല കാര്യങ്ങളിലും നിഷ്കളങ്കതയില്ല, ഇന്നുള്ള താരതമ്യമൊന്നുമില്ല, അവർക്ക് കറുപ്പ് വെളുപ്പൊന്നൊന്നുമില്ല. ഞാൻ ഈ യുവതലമുറയടുത്തൊക്കെ പറയും, നിങ്ങൾ ഇത്തിരി കൂടെ മോഡസ്റ്റ് ആയിട്ടൊക്കെ നടക്ക് എന്ന് പറയും. പറഞ്ഞ പിള്ളേർ എന്തോ പറയുന്നതെന്നറിയാമോ? അതൊക്കെ നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് പിള്ളേർ പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പം, ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ലെന്ന്, ഞങ്ങൾ അങ്ങനൊന്നും വായി നോക്കത്തൊന്നും ഇല്ലെന്ന്. ഒരു പരിധി വരെ സത്യമാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തൊക്കെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി കുളിച്ച് തൊഴാൻ വേണ്ടി വരുന്നവരെ അവിടെ നിന്ന് സ്വീകരിക്കും, അമ്പലത്തിലോട്ട് വിടും. അവിടെ തൊഴിലിക്ക് വരുന്ന കൊച്ചിനെ അവിടെ നിന്ന് സ്വീകരിക്കും, അവിടെ വരെ വിടും. ഇങ്ങനെ നിന്ന് വായി നോക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള വായി നോക്കൊന്നും എന്ത് ചെയ്യാനില്ല. പിള്ളേരൊക്കെ കുറച്ചൊക്കെ മെച്ചപ്പെട്ടു, പല മേഖലകളിലും അവർ മെച്ചപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റൂല. ആരെങ്കിലും ഒന്ന് വരാമോ ബ്ലഡ് കൊടുക്കാൻ? പണ്ടത്തെ കാലത്ത് നമ്മുടെ തലമുറയിൽ എന്ത് ചെയ്യും? ഉടനെ എഴുതാനും വായിക്കാനും ഫോൺ നോക്കുന്നു, നോട്ട് വായിക്കുന്നു, മെമ്മറൈസ് ചെയ്യുന്നു. ആരും എന്ത് ചെയ്യത്തില്ല, ടീച്ചറിൻ്റെ പിന്നെ ഐ കോണ്ടാക്ട് കൊടുക്കത്തില്ല. ഇപ്പോഴോ പാഠപഠനം പിള്ളേർ കൊടുക്കും. ഒത്തിരി കാര്യങ്ങളിൽ അവർ നമ്മളെക്കാട്ടിൽ എന്താണ് മെച്ചമാണ്. മിക്കവാറും ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ പിള്ളേരെല്ലാം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ദൈവം തമ്പുരാൻ പറയും, ബ്ലഡ് കൊടുത്തവർ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ മിക്ക ടീച്ചേഴ്സും എവിടെ നിൽക്കും? അവിടെ നിൽക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് കൊടുത്തവർ എന്ത് ചെയ്താൽ മതി? കയറിയാൽ മതി എന്നെങ്ങാണ് ഒരു ചോദ്യം അവിടെ എഴുതി വെച്ചാലേ നമ്മുടെ ആഫീസ് കൂട്ടി. പക്ഷെ പിള്ളേരെല്ലാം എന്ത് ചെയ്യും? ബ്ലഡ് കൊടുത്തൊക്കെല്ലാം പ്രവേശനമുണ്ട്, ബാക്കിയെല്ലാം പോക്കായി. ബ്ലഡ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, ഒട്ടുമില്ല ഇനി ബാക്കി, കയറിക്കോ എന്ന് കയറ്റി വിടുവാണെങ്കിൽ ആ പാസ്വേഡ് ഉപയോഗിച്ച് പിള്ളേർ ചിലപ്പോൾ കയറിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും എന്ത് ചെയ്യണം? പരിഗണിക്കണം. ചീത്തയൊക്കെ പറയുമ്പോൾ എന്ത് മതി? കുറച്ച് മതി, ഒറ്റയ്ക്ക് മതി. പ്രൈസ് ചെയ്യുമ്പോഴോ മഴ പോലെ എന്ത് ചെയ്യട്ടെ? പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ വരട്ടെ. പിള്ളേർക്ക് ഉയർത്താനുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടിക്കണം. ഏറ്റവും മണ്ടനായിട്ടുള്ള കുട്ടികളടുത്ത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ചോദിക്കണം. എന്തായിരുന്നു നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ദിവസം? ഏറ്റവും ഒന്നും പഠിക്കാത്ത കുട്ടിയെടുത്ത് എന്നിട്ട് എന്താ പറയുക? അറിയില്ല സാർ. സാരമല്ല, ഇരിക്കൂ, നാളെയും ഈ ചോദ്യം തന്നെ ഞാൻ ചോദിക്കും. നാളെയും ഈ ചോദ്യം തന്നെ ഞാൻ ചോദിക്കും. പിന്നെ ഇൻ്റർവെല്ലിൽ കാണുമ്പോഴും പറയും, ഇന്ന് എന്താ പഠിപ്പിച്ചതെന്ന് നാളെ ഞാൻ എന്ത് ചെയ്യും? ചോദിക്കും, രഹസ്യമായിട്ട് 2-3 തവണ. എന്നിട്ട് അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം എന്താണ് പഠിപ്പിച്ചതെന്ന് പറയും. അപ്പോൾ സാർ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് ഇന്നായിരുന്നു. കൊള്ളാം, മിടുക്കൻ, വെരി ഗുഡ്. ഇന്ന് ബർത്ത്ഡേക്ക് കിട്ടിയ മുട്ടായി പോലെ നിനക്ക്. മുട്ടായി എല്ലാം തിന്ന് ഷുഗർ പിടിക്കരുത്. പിള്ളേർ വരുന്ന മുട്ടായികളെല്ലാം എന്ത് ചെയ്യാനാണ്? ആർക്ക് കൊടുക്കാനാ? ഏറ്റവും വീക്ക് കുട്ടിക്ക് കൊടുക്കാനാ. ചില ടീച്ചർമാർ ഇതെല്ലാം ശേഖരിച്ച് എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്ക് കൊടുക്കും. മക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർ വീക്കായിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫോറിൻ മുട്ടായി നമ്മളെ തേടിയെത്തും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കി, ഇതൊക്കെ പരീക്ഷിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ, എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഫോറിൻ മുട്ടായി നമ്മളെ തേടിയെത്തും. നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മുടെ ക്ലാസ്സിലെ വീക്കായിട്ടുള്ള കുട്ടികളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ അവരുടെ ബുക്കിലൊക്കെ പോയി എഴുതണം. ഏറ്റവും വീക്കായിട്ടുള്ള കുട്ടികളെ പോയി എഴുതണം. ഇന്നും രാഹുൽ നീ മറുപടി പറഞ്ഞപ്പം ഐ ഫെൽറ്റ് വെരി പ്രൗഡ്. നീ നന്നാവും, നീ മിടുക്കനാവും, വലിയ നിലയിലെത്തും. ഒരു സ്മൈലി, ഒരു ഒപ്പ്. ഇവനിതെല്ലാ ദിവസവും എടുത്ത് എന്ത് ചെയ്യും? നോക്കും ടീച്ചേഴ്സ്. സീരിയസ്, ഞാൻ വെറുതെ പറയും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത കുട്ടിക്ക് അവനെ ഒരു ഉത്തരം പറയുമ്പോഴത്തേക്ക് അവനെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് എന്ത് ചെയ്യണം? ഒരു ഫ്ലവർ കൊടുപ്പിക്കണം. ഒരു ഫ്ലവർ താ, എനിക്കൊരു ഫ്ലവർ താ പെട്ടെന്ന്. എന്തൊക്കെ പാട്, കയ്യടി, ഫ്ലവർ ഒക്കെ പിള്ളേർക്ക് ലാവിഷായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. ഇങ്ങനെയൊക്കെ പ്രോത്സാഹനം കൊടുത്ത ടീച്ചർമാരെയാണ് പിള്ളേർ ഭാവിയിൽ എന്ത് ചെയ്യുന്നത്?
ഓർത്തിരിക്കുന്നത് കേട്ടോ. ഏറ്റവും നല്ല പഠിപ്പിച്ചവരെ അല്ല, മറന്നു പോകരുത്. പഠിപ്പിക്കണം നല്ല പോലെ, പക്ഷെ പിള്ളേർ ഓർത്തിരിക്കുന്നത് അവരോട് കരുണ കാണിച്ചവരെയാണ്, അവരോട് കരുണ കാണിച്ചവരെ, ഒരു പ്രതിസന്ധിയിൽ അവരുടെ കൂടെ നിന്നവരെ, അവരുടെ തോളത്ത് തട്ടി മോനെ നീ നന്നാവും, മിടുക്കനാവും, നീ ജയിച്ചാലേ ആര് ജയിക്കൂ, ഞാൻ ജയിക്കൂ എന്ന് പറയുന്ന ടീച്ചേഴ്സിനെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഓക്കെ, നോട്ട്ബുക്ക് എല്ലമിൻ്റെ കാര്യം കൂടെ പറയാം. ഞാൻ ഈ സ്റ്റോറി വെറുതെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നോട്ട്ബുക്ക് എല്ലാമാണ് എനിക്ക് ഈ ചിത്രങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആയിട്ട് കാണണം. നമ്മൾ ലോകം മുഴുവൻ കണക്റ്റഡ് ആണോ അല്ലേ? ആണ്. ഇറാനിലാണ് യുദ്ധം, അമേരിക്ക ഇറാനും തമ്മിൽ. എവിടെ വില കൂടി? നമ്മുടെ ദോശയ്ക്കെല്ലാം വില കൂടി. ചായ എല്ലാം 10 ആയിരുന്നു, ഇപ്പോൾ എത്ര ആയി? 12 15 ദോശയൊക്കെ എന്തായി? 10 രൂപ എന്നുള്ളത് 12 15 ആവുകയും ചെയ്തു. വലിപ്പം ഇച്ചിരി എന്ത് ചെയ്യുകയും ചെയ്തു? ഉള്ളിവടയുടെ അകത്തെ ഇതെന്തായി? കുറച്ചും കൂടെ വലുതായി. പുറത്തെ സർക്കിൾ അങ്ങനെ തന്നെ നിൽക്കുന്നു, പക്ഷെ അകത്തെ സർക്കിൾ എന്തായി? കുറച്ചും കൂടെ വലുതായി. ഏതിൻ്റെ? നമ്മുടെ ഉഴുന്നുവടയുടെ. അപ്പോൾ എന്താണ്, അമേരിക്കയിലൊക്കെ എന്തായി? പെട്രോളിനൊക്കെ വില ഇരട്ടിയായി. വിമാന ചാർജ് എന്തായി? ഇരട്ടി. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അത്രയും കൂടിയില്ല, എങ്കിലും നമ്മളെ എല്ലാവരെയും എന്ത് ചെയ്തു? എല്ലാവരെയും ബാധിച്ചു. വി ആർ ഓൾ കണക്റ്റഡ്. രണ്ടാമത്തെ ഒരു കുട്ടി നമ്മുടെ സ്കൂളിലോട്ട്, നമ്മുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ നമ്മുടെ ഒരു ഫാനാക്കി, ഒരു ഹീറോ ആക്കി, നമ്മുടെ സ്കൂളിൻ്റെ അംബാസിഡർ ആക്കി എന്ത് ചെയ്യണം? അവനെ മടക്കി അയക്കണം. അവൻ എല്ലായിടത്തും പോയി പറയണം, എന്താണ് എൻ്റെ സ്കൂളായത് നല്ലത്. എനിക്കിവിടെ ടീച്ചേഴ്സ് ഭയങ്കര പാഷനോടുകൂടെ സെൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടു. ഒരു പാഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും അതില്ല. അപ്പം നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ നമ്മളെപ്പറ്റി എന്ത് വരണം? ഒരു പാഷൻ വരണം. നമ്മുടെ സ്കൂളിനെ പറ്റി ഒരു പാഷൻ വരണം. ഒരു സ്ട്രേഞ്ചറായിട്ടാണ് വരുന്നത്, ഒരു ഫ്രണ്ടാക്കി എന്ത് ചെയ്യണം? മടക്കി അയക്കണം. നമ്മളിങ്ങനെ കരുണയും സ്നേഹവും ഒക്കെ കൊടുത്താലുണ്ടല്ലോ, പിള്ളേരെല്ലാം തിരിച്ചു വരും. പിള്ളേർ നമ്മളെ കാണാൻ എന്ത് ചെയ്യും? വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ എനിക്ക് രാത്രിയിലൊരു 9:45 എനിക്കൊരു ഫോൺ വരുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിളിക്കുക, പുള്ളിയും വൈഫും അവരെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി. ഒരു ഭയങ്കര പന്ന സിനിമയായിരുന്നു, ഭയങ്കര ഒരു പെസിമിസ്റ്റിക് സിനിമയായിരുന്നു, ഭയങ്കര ഒരു ട്രാജഡി. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്ക് സിനിമ. മലയാളം അധ്യാപകനാണ്. അപ്പോൾ പുള്ളി സിനിമയെല്ലാം കണ്ടിട്ട് എന്നെ രാത്രി വിളിക്കുക, തിയേറ്ററിൽ നിന്ന് വിളിക്കുക, സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വിളിക്കുക, സാർ എനിക്ക് ഈ സിനിമ കണ്ട് എൻ്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായി. അപ്പം ഞാൻ ആരെ ഓർത്തു? സാറിനെ ഓർത്തപ്പോൾ മൈൻഡ് എന്തായി? വീണ്ടും ഫ്രഷായി.